ജെറുസലേം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ കാക്കുന്നത് പോലെ പ്രവാചകന്മാരെ അയച്ച് ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ പലപ്പോഴും ഉദ്യമിച്ചു. നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, പ്രവചനങ്ങൾ ഇല്ലാതാക്കി. നിങ്ങൾക്ക് നാശമെന്ന് അവിടുന്ന് യേശു പറയുന്നു. എങ്കിലും എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ ഇസ്രായേലിനെ നശിപ്പിച്ചു കളയുകയില്ല. കാരണം ഇസ്രായേലിൽ നിന്നാണല്ലോ നന്മ ഉണ്ടായത്. ഇതിനെപ്പറ്റി നമ്മളെ അറിയിക്കുകയാണ് പ്രവാചകൻ വഴി ദൈവം. പക്ഷെ ക്രിസ്തു വന്ന് ജെറുസലേമിൽ രാജകീയ പ്രവേശനം നടത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധന്മാർ വസിച്ച സ്ഥലമാണ് ജെറുസലേം. യേശു ജനിച്ചതും ജെറുസലേമിലാണ്. അപ്പൊ പ്രവാചകന്മാരുടെ നാട്ടിൽ പ്രവാചക വചനമായ ദൈവം ജനിക്കുകയാണ് യേശു. അതുകൊണ്ട് ജെറുസലേം ഒട്ടും താഴെയുള്ള ഒരു നഗരമല്ല, രാജാവ് ജനിക്കുന്ന നഗരമാണ് ജെറുസലേം. ഉന്നതനായ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലേക്ക് ദർശിക്കുന്ന ആത്മചൈതന്യത്തിന്റെ കൂടാരമാണ് ജെറുസലേം. അതുകൊണ്ടാണ് ജെറുസലേമിനോട് ദൈവം അയച്ചുകൊണ്ടേയിരുന്നു. കാരണം ജെറുസലേമിനെ ശിക്ഷിക്കാനുള്ളതല്ല, ജെറുസലേം ദൈവപുത്രൻ ലോകത്തിലേക്ക് വരുന്ന മഹാനഗരമാണ്. അത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് താണുവന്ന സ്ഥലമാണ് ജെറുസലേം. നസ്രത്താണല്ലോ യേശുവിന്റെ നഗരം. അതുകൊണ്ടാണ് രാജകീയ പ്രവേശനം ചെയ്യുന്ന യേശുവിനെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വചനവും ജനിച്ച സ്ഥലമാണ് ഇസ്രായേലിന്റെ ജെറുസലേം. അപ്പൊ ജെറുസലേമിന് ചുറ്റും സൈന്യം പാളയമടിക്കുന്നു. അപ്പോൾ സൈന്യം എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ സൈന്യമാണ്. എന്നാൽ ദൈവത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മകളാണ്. ജെറുസലേമിന് ചുറ്റും സൈന്യം പാളയമടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അന്യരാജ്യത്തുള്ള അക്രമികളായ സൈന്യം ഇസ്രായേലിന് ചുറ്റും പാളയമടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, ഇസ്രായേലിന്റെ നാശം അടുത്തിരിക്കുന്നു, പാപം പെരുകിയിരിക്കുന്നു. അനുതപിച്ചുകൊള്ളുവിൻ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. എന്നാൽ എന്റെ നീതിമാന്മാരെ പറ്റി എനിക്ക് ആകുലതയുള്ളത് കൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും. അതായിരുന്നു രക്ഷകനായ യേശുവിന്റെ ഉത്ഭവം ഇസ്രായേലിലെ നസ്രത്തിൽ നിന്ന് രൂപമെടുത്തത്. നസ്രത്തിൽ നിന്ന് രൂപമെടുത്ത ക്രിസ്തു ഇസ്രായേൽ വംശത്തിന്റെ രാജാവായിരുന്നു, ആത്മീക രാജ്യത്തിന്റെ രാജാവ്. അതുകൊണ്ടാണ് ഹെറോദോസിനോട് യേശു പറയുന്നത്, ഞാൻ രാജാവാണ്, എന്റെ രാജ്യം ഇവിടെയല്ല, ഐദേഹ്യമാണ്. ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്നു. സത്യത്തിൽ നിൽക്കുന്നവൻ എന്റെ സ്വരം ശ്രവിക്കുന്നു. എന്റെ വചനമാണ് സത്യമെന്ന് ഹെറോദോസിനോട് പീലാത്തോസിനോടും ഒക്കെ യേശു പറയുന്ന വചനം അതാണ്. ഞാൻ സത്യമായിട്ടും രാജാവാണ്, പക്ഷെ സത്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് സാക്ഷ്യം വഹിക്കാൻ. അതെന്റെ സാക്ഷ്യം സത്യമാണ്, എന്റെ വചനം സത്യമാണ്. പ്രവേശനത്തിലൂടെയാണ് ക്രിസ്തു ദൈവരാജ്യം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി രാജകീയ പ്രവേശനം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. അപ്പൊ രാജകീയ പ്രവേശനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് രാജകീയ പ്രവേശനം. രാജകീയ പ്രവേശനം ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിച്ചു.
അനുഭവിച്ചു. ക്രിസ്തു രാജകീയ പ്രവേശനം ചെയ്തത് ഇസ്രായേലിനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇസ്രായേൽ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ക്രിസ്തു ആത്മീക ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്ന് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്. ആത്മീക രാജ്യം ലോകത്ത് സ്ഥാപിച്ചുകൊണ്ടാണ്. അപ്പൊ രാജാവാണ് യേശു. സത്യത്തിന് സാക്ഷ്യം വഹിച്ച ദൈവപുത്രനായ മിശിഹായാണ് സാക്ഷ്യം. അത് ആ വചനമാണ് യേശു പറയുന്നത്, എൻ്റെ സാക്ഷ്യം സത്യമാണ്, എൻ്റെ വചനം സത്യമാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്നു. അവിടെയാണ് ആ വചനം പൂർത്തിയായത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നു ഭൂമിയിൽ. കാരണം ഭൂമിയിൽ എന്തിനാണ് ഇത് സ്ഥാപിച്ചു വെച്ചാൽ, ആദത്തെയും ഹവ്വയെയും ഭൂമിയിലേക്ക് അയച്ചത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നീ നൊന്ത് പ്രസവിക്കുക. പുരുഷനോട് പറഞ്ഞു, നീ അധ്വാനിച്ച് വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. അപ്പൊ യെരുസലേം മക്കൾ ഈജിപ്തിൽ പീഡനം അനുഭവിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പോഴാണ് ദൈവം മോശയെ അയച്ച് രക്ഷിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ സ്വന്തം മക്കളോട് ദൈവത്തിന് ഭയങ്കര സ്നേഹമുണ്ട്. നമ്മൾ കാണാത്തൊരു സ്നേഹമുണ്ട് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പേര് തന്നെ സ്നേഹം എന്നിട്ടത്. മനുഷ്യരും പ്രവാചകന്മാരും മാലാഖമാരും ഒക്കെ ദൈവത്തെ സ്നേഹമെന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആരും ചോദിക്കാറില്ല എന്താണ് ദൈവത്തെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അത്ര സ്നേഹമായിരുന്നു പിതാവിന് നമ്മോടുള്ള കരുണ. അതാണ് ഇസ്രായേൽ എത്ര പാപം ചെയ്തിട്ടും അവന് പിതാവാണെന്ന് അവർക്കറിയില്ല. പക്ഷെ പിതാവിനെ അറിയാവുന്നവർ പിതാവിനോട് ആരാധന ചോദിച്ചുകൊണ്ടിരുന്നു. പിതാവിനെ അവർ ആത്മാവിൽ സ്വീകരിക്കുകയും പിതാവിൻ്റെ കൂടെ നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണെന്ന് യെശയ്യാ മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയത്. ദൈവം സ്നേഹമാണ്. ഇസ്രായേലിന്റെ ശക്തനായ ദൈവം പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നത് സ്നേഹമായതുകൊണ്ടാണ്. വാക്ചാലതയോ കഴിവുകളോ ഒന്നും അല്ലായിരുന്നു, സ്നേഹമായിരുന്നു. ആ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുന്നതാണ് ദൈവവചനം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്നേഹം പൂർണ്ണമായാൽ അവൻ വചനമായി തീരുകയാണ്. കാരണം സ്നേഹം ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നു, ആ സ്നേഹം വചനമാണെന്ന് നിങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് വചനത്തിലൂടെയാണ് പറഞ്ഞു തരുന്നത്. ആ വചനം വള്ളിയോ പുള്ളിയോ മാറാത്തതും. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, എൻ്റെ വചനം സത്യമാണ്, എൻ്റെ സാക്ഷ്യം സത്യമാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്നു. സത്യത്തിൽ നിൽക്കുന്നവൻ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എൻ്റെ വചനമാണ് സത്യമെന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്.